അല്ലാഹുവേ കാരുണ്യവാനായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങളെയാണ്. വലിയ മഹത്വമുള്ള നാമങ്ങളാണ്. ഈ 3 നാമങ്ങൾ നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ നാമങ്ങൾ എങ്ങനെയുള്ളതാണ്? ചെല്ലാൻ വളരെ എളുപ്പമുള്ള നാമങ്ങളാണ്. ചൊല്ലിയാൽ അല്ലാഹു ഫലം ഉറപ്പായി തരുന്ന നാമങ്ങളാണ്. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നിറവേറ്റി തരും. ഇത് ആരെങ്കിലും ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം കിട്ടുന്ന ഒരു ദിക്റാണ്. സാമ്പത്തിക പ്രശ്നം നേരിടുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? കടം കൊണ്ട് വലയുന്നവർ എത്ര പേരുണ്ട്? പലരും കടക്കാരാണ്. പലരും ചോദിച്ചിട്ടുണ്ട്, ഉസ്താദേ കടങ്ങൾ കൊണ്ട് വലയുന്ന ദുആ ചെയ്യണേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിക്ർ നിങ്ങളൊന്ന് പതിവാക്കി നോക്ക്. വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ്. കടങ്ങൾ അല്ലാഹു വീട്ടി തരുന്നതാണ്. ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ ഈ നാമം നിങ്ങൾ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ 3 നാമങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക. ജോലി സംബന്ധമായ കാര്യമുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ജോലി നൽകുന്നതാണ്. ജോലിയിൽ ബർക്കത്ത് അല്ലാഹു ചെയ്യുന്നതാണ്. ജോലി ഇല്ലാത്തവർക്ക് അല്ലാഹു ജോലി നൽകുന്നതാണ്. മക്കളുടെ പ്രയാസങ്ങൾ, ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ അല്ലാഹു നീക്കുന്നതാണ്. ഇത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. അതുപോലെ രോഗമുള്ളവർ, ഇത് നിങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുക. അല്ലാഹു നിങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുന്നതാണ്. അങ്ങനെ പലവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളവർ ഈ അല്ലാഹുവിന്റെ ഈ പരിശുദ്ധമാക്കപ്പെട്ട 3 നാമങ്ങളെ നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഏത് പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോയാലും ഈ രൂപത്തിൽ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. അല്ലാഹുവിന്റെ ഈ 3 നാമങ്ങൾ നമുക്ക് പരിചയപ്പെടാം. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം. ഈ 4 നാമങ്ങളുടെ ഫലങ്ങൾ പറഞ്ഞാൽ തീരുകയില്ല. അത്രത്തോളം മഹത്വമുള്ള നാമങ്ങളാണ് ഈ 3 നാമങ്ങൾ. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം എന്ന ഈ 3 നാമങ്ങളുടെ മഹത്വങ്ങൾ എത്ര പറഞ്ഞാലും തീരുകയില്ല മനുഷ്യരെ. ഇതെങ്ങനെ ചൊല്ലണമെന്ന്, നമ്മുടെ മുറാദുകൾ ഹാസിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചൊല്ലണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇശാ നമസ്കാര ശേഷം വുളൂ ചെയ്യുക. ശേഷം ഇബ്രാഹിമിയ സലാത്ത് 3 തവണ നമ്മൾ ചൊല്ലുക. ഇബ്രാഹിമിയ സലാത്ത് നമുക്കറിയാമല്ലോ, ഞാനൊന്ന് നിങ്ങൾക്ക് ചൊല്ലിത്തരാം. اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. അപ്പൊ ഈ ഇബ്രാഹിമിയ സലാത്ത് ഇശാ നമസ്കാര ശേഷം വുളൂ ചെയ്യുക. ശേഷം ഈ ഇബ്രാഹിമിയ സലാത്ത് 3 പ്രാവശ്യം നമ്മൾ ചൊല്ലുക. ഈ ചൊല്ലിയ സലാത്ത് 3 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. ശേഷം ഈ നാമങ്ങൾ 1000 തവണ ചൊല്ലുക. ഏത് നാമങ്ങളാണ്? യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം. 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 അതിനുശേഷം ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലി അവസാനിപ്പിച്ച് നിങ്ങൾ ദുആ ചെയ്യൂ. ഇൻഷാ അല്ലാഹ് തീർച്ചയായും നിങ്ങൾ അലട്ടുന്ന ഏത് പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു തരുന്നതാണ്. ജീവിതത്തിൽ അല്ലാഹു വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഒന്നുകൂടി ഞാൻ പറയാം. ഇശാ നമസ്കാര ശേഷം വുളൂ ചെയ്യുക. ശേഷം ഇബ്രാഹിമിയ സലാത്ത് 3 പ്രാവശ്യം നമ്മൾ ചൊല്ലുക. ശേഷം ഈ നാമങ്ങൾ 1000 തവണ ചൊല്ലുക. ഏത് നാമങ്ങൾ? യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം 1, യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം 2, യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം 3. ഇങ്ങനെ 1000 പ്രാവശ്യം നമ്മൾ ചൊല്ലുക. അവസാനം 3 ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലി അവസാനിപ്പിച്ച് നിങ്ങൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്
ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ആ 3 സലാത്തൂടെ ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ കാരുണ്യവാനായ റബ്ബ് നിങ്ങളുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുന്നതാണ്. പടച്ചവനേ, നീ എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹുവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, അവർ എന്തൊരു ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്, ആ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ മജ്‌ലിസുകളെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പല പല മുറാദുകൾ ഹാസിലാക്കാൻ വേണ്ടി ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പടച്ചവനെ. അവരാരെയും നീ നിരാശപ്പെടുത്തല്ലേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മജ്‌ലിസുകളിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. ഭവനങ്ങളില്ലാത്തവരുണ്ട് അല്ലാഹുവേ, അവർക്ക് ഭവനങ്ങൾ നൽകണേ പടച്ചവനെ. ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട് അല്ലാഹു, അവരുടെ ദാരിദ്ര്യങ്ങൾ മാറ്റി സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. എത്രയോ പേര് ഭവനങ്ങളില്ലാത്തവരുണ്ട് പടച്ചവനെ, നീ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട് അല്ലാഹ്, ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിൽ തരണേ അല്ലാഹ്. നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. എത്രയോ സഹോദരങ്ങൾ സഹോദരിമാള് മക്കളില്ലാത്തവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ, സാലിഹീങ്ങളായ മക്കളെ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹു, എത്രയോ സഹോദരങ്ങൾ വിദേശ രാജ്യങ്ങളിലാണ്, അവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ അല്ലാഹു എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ. റഹ്മാനായ അല്ലാഹ്, സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട് അല്ലാഹുവേ, അവരുടെ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഈ ഭൂമിയിൽ നീ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, നീ തന്നതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ബ്രെയിൻ ട്യൂമർ, ക്യാൻസർ പോലെയുള്ള മാരകമായ ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കാക്കണേ പടച്ചവനെ. ഖാലിഖായ റബ്ബേ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടുപോയ ഖബറുകൾ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ വീഡിയോകൾ കാണുകയും പരസ്പരം ഷെയർ ചെയ്യുകയും ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്യുകയും അറിവുകൾ കരസ്ഥമാക്കുകയും അല്ലാഹുവേ, നിന്റെ മഹാന്മാര് പറഞ്ഞതുപോലെയുള്ള ദിക്റുകൾ ഞങ്ങൾ ചൊല്ലുകയും ചെയ്യുമ്പോൾ അതിലെല്ലാം ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.